ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ വർണ്ണാഭമായി. ഹർഷം 2025-26 എന്ന പേരിലായിരുന്നു പരിപാടി. 50ാം വർഷത്തിലേക്ക് കടന്ന കാഞ്ഞിരക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. വാർഡ് കൗൺസിലർ സതി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ TB ജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കേരള ഹൈക്കോടതി ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ കുട്ടികൾ, വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞവർ ഓരോ കലാപരിപാടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇവിടെ പഠിച്ച് ഇപ്പോൾ UP സ്കൂളിലും ഹൈസ്കൂളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരോടായിട്ട് എനിക്ക് പറയാനൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു വിദ്യാലയം എന്ന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ഹോമാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെലവാക്കുന്ന സമയത്തോളം അത്രയോ അതിൽ കൂടുതലോ സമയം നിങ്ങൾ ചെലവാക്കുന്ന ഒരു സ്ഥലമാണ് വിദ്യാലയം. മാതാപിതാ ഗുരു ദൈവം. ഇതിൽ നിങ്ങൾ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ഗുരുക്കളുമാണ് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ കൺമുന്നിലുള്ള കാണപ്പെട്ട ദൈവം. അതുകൊണ്ട് അവരുടെ വാക്കുകൾ, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് നന്നായി പഠിച്ച് നല്ല മികച്ച പൗരന്മാരാവാൻ ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ പ്രായം എന്ന് പറയുന്നത് ക്യാരക്ടർ ഫോർമേഷൻ്റെ സമയമാണ്. നല്ല രീതിയിൽ നല്ല പഠന മികവ് പുലർത്തി നല്ല സ്വഭാവ ഗുണങ്ങൾ കൈക്കൊള്ളേണ്ട സമയമാണിത്. ഒരു സ്കൂളിൻ്റെയോ നാടിൻ്റെയോ വികസനം എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്നത് എപ്പോഴും നിർമ്മിതികളായിരിക്കും. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെയോ അതേപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളെ എല്ലാം പ്രവർത്തനത്തെ നമ്മൾ വിലയിരുത്തുന്നത് എപ്പോഴും വികസനത്തിനെ അടിസ്ഥാനമാക്കിയ നിർമ്മിതികളെ അടിസ്ഥാനമാക്കി. ഒരുപക്ഷെ അത് റോഡുകളാവാം, പാലങ്ങളാവാം, മറ്റു നിർമ്മിതികളാവാം. പക്ഷേ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരിക്കും നിർമ്മിതികളെ അടിസ്ഥാനപ്പെടുത്തി അല്ല നമ്മൾ വികസനത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെല്ലാം എത്രമാത്രം സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനപരമായിരിക്കണം നമ്മൾ വികസനം എന്നുള്ളത് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇവിടെ വന്നപ്പോൾ ആ വരുന്ന കവാടം ഉൾപ്പെടെ എത്ര മനോഹരമായി, ചെറിയ സ്കൂളാണെങ്കിലും സ്ഥലപരിമിതികൾ കുറവാണെങ്കിലും അതെല്ലാം വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു. കുട്ടികൾ വളരെ തികഞ്ഞ സന്തോഷത്തോടു കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഈ പ്രദേശത്തെ ആളുകളെല്ലാം അത് ഏറ്റെടുത്തുകൊണ്ട് ഈ സുവർണ ജൂബിലി ആഘോഷിക്കാൻ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ വികസനത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്ന സന്തോഷം, ഹാപ്പിനെസ് ഈ സ്കൂളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടത്. അസോസിയേറ്റ് എഡിറ്റർ ലക്ഷ്മി പത്മ വിശിഷ്ടാതിഥിയായി. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഹോഴ്സ് റൈഡർ മാസ്റ്റർ ദേവക് ബിനുവിനെ ആദരിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാഞ്ഞിരക്കാട് ഗവൺമെന്റ് LP സ്കൂളിന്റെ പ്രവർത്തനം 50ാം വർഷത്തിലേക്ക് കടക്കുന്ന സന്തോഷം ഹെഡ്മാസ്റ്റർ TB ജയൻ പങ്കുവച്ചു. ഇത് ഈ സ്കൂളിന്റെ ജൂബിലി വർഷമാണ്. 2025 തുടങ്ങി 26 അവസാനിക്കുന്ന തരത്തിൽ ഒരു വർഷത്തെ വിവിധ പരിപാടികളോടെ ആസൂത്രണം ചെയ്തിട്ടുള്ള സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കമാണ് ഇന്ന്. ഇതും ഏറെ പ്രസക്തമാണ്. കാരണം 1976 കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിൽ അധ്യയനം നടത്തി ജീവിതത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുകയും ജീവിതത്തിന്റെ ഉന്നത തലങ്ങളിൽ വിരാജിക്കുകയും ചെയ്യുന്ന പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പൂർവ്വ അധ്യാപകരും ഒന്നു ചേരുന്ന ഈ സംഗമവേദി ഏറ്റവും ശ്ലാഘനീയമാണ്. ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇവിടുത്തെ പ്രഥമ അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഏറെ സന്തോഷത്തിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയായി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.